ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിസൈനിലൊരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബ്രൂച്ചാണ്. ആകെ 3 ടൈപ്പ് ബീഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈന് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഇനി ഇതെല്ലാം വേറെ ഹെയർ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബ്രൂച്ച് വെക്കാൻ പറ്റും. പിന്നെ ഞാനിത് സെയിലാക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ അടിപൊളി ഡിസൈനിൽ ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കിയിട്ട് ഞാനിത് സെയിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് 2 ടൈപ്പ് ഗിയർ വയറുകളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് 3mm ഒന്ന് 5mm ആണ്. 3 ആണ് കൂടുതലായിട്ട് വേണ്ടത്. ഈ ഒരു 3 വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു ഗിയർ വയർ വളരെ കട്ടി കുറഞ്ഞതായിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് 5mm ആണ്. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല, അത് അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കുന്തൻ ബീഡ്സ് ആണ്. മെറൂൺ റെഡ് കലർന്നിട്ടുള്ള ഒരു ബീഡാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് ഹോൾ ടൈപ്പാണ്. 2 ഹോൾ വരുന്നുണ്ട് ഈ ഒരു ബീഡ്സിന്. പിന്നെ വേണ്ടത് ഈ ഒരു മഴത്തുള്ളി പോലെയുള്ള ഈ ഒരു ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ബ്രൂച്ചസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ബൾക്കായിട്ടാണ്. അപ്പോൾ ഇതിൽ 14-15 മാലകൾ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി ഒരുപാട് മാലകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാലൻസ് ഒരു 5-6 ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്രൂച്ചസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത്രയും സൈസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ 2 കയ്യിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് ഈ ഒരു മാല ഉണ്ടാവുക. ഇതിന് 50 രൂപയാണ് കേട്ടോ. ഒരു പാക്കറ്റായിട്ടാണ് ഇത് ഉണ്ടാവുക. പിന്നെ വന്നിട്ട് ഈ ഒരു കുഞ്ഞു ടൈപ്പ് ബീഡ്സ് ആണ്. ഇതും ഞാൻ ബൾക്കായിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. റേറ്റ് വളരെ കുറവാണ്. 48 രൂപ 50 രൂപേൻ്റെ ഉള്ളിൽ ഈ ഒരു ബീഡ്സിന് റേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അതിൽ ഈ ഒരു കുന്തൻ ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ആ ഒരു കുന്തൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കോർത്ത് വെച്ച ആ ഒരു ബീഡിൻ്റെ ഒപ്പത്തിനൊപ്പം വയ്ക്കുക. അതല്ല, കുറച്ച് താഴെയായിട്ട് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ആ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു കുന്തൻ ബീഡും കൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നേരത്തെ കോർത്ത് കൊടുത്ത ആ ഒരു ബീഡ്സിൻ്റെ ഒപ്പത്തിന് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു 2 കമ്പിയും കൂടെ നമ്മൾ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 കുന്തൻ ബീഡ് വന്നിട്ടുള്ള പാർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ. പിന്നെ പൊതുവേ കുന്തൻ ബീഡ്സിന് നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് വന്നിട്ട്. അപ്പോൾ ഇത്രയും ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 2 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനും നമ്മൾ 3mmൻ്റെ ഗിയർ വയർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മഴത്തുള്ളി പോലെയുള്ള ഈ ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. പിന്നെ കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു മഴത്തുള്ളി പോലെയുള്ള ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ആ ഒരു മഴത്തുള്ളി പോലെയുള്ള ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വലിയ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പിരിച്ചു കൊടുത്ത ആ ഒരു ബീഡിൻ്റെ ഒപ്പത്തിനൊപ്പം, അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ട് വേണം നമ്മൾ ഈ ഒരു ബീഡ് പിരിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് നീളം വേണം കേട്ടോ ഈ ഒരു കമ്പിക്ക്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ ആ ഒരു മഴത്തുള്ളി പോലെയുള്ള ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു മഴത്തുള്ളി പോലെയുള്ള ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. കുറച്ച് ലെങ്ത്തിൽ വേണം നമ്മൾ പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ലാസ്റ്റ് വരുന്ന 2 കമ്പിയും കൂടെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഈ ഒരു പാർട്ടുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാം. വെറും 3 ടൈപ്പ് ബീഡ്സ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മളുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു 2 പാർട്ട് മാത്രം മതി കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു 5mmൻ്റെ ഗിയർ വയർ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് വളച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടുകളെല്ലാം പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗോൾഡൻ പാർട്ടാണ് എടുക്കുന്നത്. അത് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക.
കൊടുക്കുക. എന്നിട്ട് അതും നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെക്കും. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റാ ഷേപ്പിലാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കിട്ടുന്നത്. കണ്ടില്ലേ, മയിൽ പീലി വിടർത്തി നിൽക്കുന്ന പോലെയുള്ള ഒരു ഷേപ്പ് അല്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു കുന്തൻ ബീഡ്സും കൂടെ വരുമ്പം അടിപൊളിയാവും. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിലെ ഗിയർ വയർ തന്നെയാണ്. എത്രത്തോളം ഭംഗിയിൽ അത് പിരിച്ചു കൊടുക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും താഴെയായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു കുന്തൻ ബീഡ്സിന് ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. 10 ഗ്രാമിന് 20 രൂപയാണ്. നല്ല റേറ്റാണ്. കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ അടിപൊളിയാണ് നമ്മളുടെ ഈ ഒരു കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബ്രൂച്ചൊക്കെ കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ബ്രൂച്ചസിന് അത്യാവശ്യം റേറ്റും ഉണ്ടാവും കേട്ടോ. സാധാ ബീഡ്സ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉണ്ടാവും ഈ ഒരു കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രൂച്ചസിന്. പിന്നെ ആ ഒരു മഴത്തുള്ളി പോലെയുള്ള ബീഡ്സിൻ്റെ റേറ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അത് ബഞ്ചായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് ഒരു പാക്കറ്റിന് 50 രൂപയാണ്. ആ ഒരു പാക്കറ്റിൽ 14-15 മാലകൾ ഒരുമിച്ച് അങ്ങ് ഉണ്ടാവും. അപ്പോൾ ഞാനത് ഒരുമിച്ച് എടുത്തപ്പോൾ അവർ ഹോൾസെയിൽ റേറ്റിന് തന്നതാണ്. അത് നമ്മൾ ഒരു മാലയായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു മാലയ്ക്ക് 10 രൂപ 12 രൂപയൊക്കെയാണ് അവർ വാങ്ങുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കുഞ്ഞു ബീഡ്സിന് അതും ഞാൻ ബൾക്കായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു മാലയ്ക്ക് 8 രൂപ 9 രൂപയ്ക്കാണ് അവർ വാങ്ങുന്നത്. ബൾക്കായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റിന് 50 രൂപയ്ക്കാണ്. ആ ഒരു പാക്കറ്റിൽ ഈ പറഞ്ഞ പോലെ 14-15 മാലകൾ ഒരുമിച്ചുണ്ടാവും. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരുന്നതാണ് അവർ. ചില ഷോപ്പിൽ ഹോൾസെയിൽ റേറ്റിന് തരും, ചില ഷോപ്പിൽ തരാറില്ല. അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഇത് സെയിലാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പല രീതിയിലാണ് സെയിലാക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഓൺലൈനായിട്ടാണ് ഇത് സെയിലാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഈ ഒരു ബ്രൂച്ചസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ എൻക്വയറീസൊക്കെ വരും. പിന്നെ ആ ഒരു പേജ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ഫ്രണ്ട്സ് ലിസ്റ്റ് അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ സെയിൽ നടക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഫാൻസി സ്റ്റോറിൽ സെയിലാക്കാവുന്നതാണ്. ചില ഷോപ്പിലുള്ളവർ ഒരുപാട് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നവരുണ്ട്. അപ്പം ഞാനിത് ഫാൻസി സ്റ്റോറിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ സെയിലാക്കാം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും പിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ചിൻ്റെ 2 പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനായിട്ട് ഉണ്ടാക്കിയാലും മതി, ഒന്നിച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലെ 2 എണ്ണമായിട്ട് ഉണ്ടാക്കിയിട്ട് 2 ക്രോസിനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമുക്കൊരു യു ഷേപ്പിൽ ഈ ഒരു ബ്രൂച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഇങ്ങനെ ക്രോസിനെ വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സൈസ് കണ്ടില്ലേ, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നല്ല അടിപൊളി ഡിസൈൻ അല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിസൈനാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കെട്ടിക്കൊടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ 2 കൂടെ ഇങ്ങനെ ക്രോസിന് വെച്ചിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് വളച്ചങ്ങ് പിരിച്ച് കൊടുക്കുക. ആ ഒരു ബ്രൂച്ചിൻ്റെ ഇടയിലൂടെ ആ ഒരു കമ്പി ഇങ്ങനെ ചുറ്റി മുകളിലോട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് കെട്ടിക്കൊടുക്കുന്ന ഈ ഒരു കെട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. നല്ല വൃത്തിയിൽ വേണം കെട്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയല്ലേ നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട്. അങ്ങനെ 2 പാർട്ടായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ യു ഷേപ്പിൽ കിട്ടും. ഇനി അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ആ ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുവരെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഡിസൈനാണ്. പിന്നെ നമ്മൾ കെട്ടിക്കൊടുത്ത ആ ഒരു ഭാഗം കുറച്ച് വിസിബിളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ്സ് വെച്ചിട്ടൊന്ന് മറച്ച് വെച്ചാൽ മതി. ഇനിയിപ്പം കസ്റ്റമേഴ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കണ്ടാലും കുഴപ്പമില്ല. അവർക്കറിയാമല്ലോ ഇത് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആണെന്ന്. അപ്പോൾ നമുക്കിങ്ങനെ യു ഷേപ്പിലും വെക്കാം. ഇനി നീളത്തിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നീളത്തിലും വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു ഡിസൈനും എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. 2-3
ടൈപ്പ് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത ഒരുപാട് വെറൈറ്റി ബ്രൂച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.